പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടനാടൻ താറാവ് മപ്പാസാണ് റെഡിയാക്കുന്നത്. മപ്പാസ് എല്ലാവരും റെഡിയാക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു വേറൊരു രീതിയിലാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഒരു താറാവാണ്, ഇത് നാടൻ താറാവാണ് എടുത്തേക്കുന്നത്. സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില, വിനീഗർ, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക് പേസ്റ്റ്, തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ. ഇതിലെ ആവശ്യമായ ചേരുവകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അളവും കാര്യങ്ങളും നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്കും നമുക്ക് പറയാം. അപ്പൊ നമ്മളിത് കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. പുറത്ത് മഴയായതുകൊണ്ടാണ്. അടപ്പിലാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതിനുവേണ്ടി ആദ്യം ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണം. അതിലേക്ക് നമ്മൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവാള 1 കിലോ, ഇതിന്റെ പകുതി നമ്മളിപ്പോൾ ചേർക്കും. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്, വെളുത്തുള്ളി ചതച്ചത് 1/4 ടീസ്പൂൺ ഇപ്പൊ ചേർക്കും. ലാസ്റ്റ് ഇത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചക്കുരുമുളക് പേസ്റ്റ് ആണ്. ഇത് 1 ടീസ്പൂൺ ഇപ്പൊ ചേർക്കാം. ആവശ്യത്തിനുള്ള വേപ്പില, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതിലേക്ക് നമ്മൾ താറാവ് വേവാൻ വേണ്ടിയിട്ട്, ശരിക്കും വേവാൻ വേണ്ടി, മാംസം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിന്റെ പീസുകൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് വെന്ത് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം വെച്ചിട്ട് വേണം വെക്കാൻ. ഇതിന് വേവുള്ളതാണ് നാടൻ താറാവിന്. ഇത് ഇനിയിപ്പോ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇത് നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് സ്റ്റൗവിൽ വെക്കുന്നത്. ഒരു 2 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇപ്പൊ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ എയർ കംപ്ലീറ്റ് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുറത്തിപ്പോ നല്ല മഴയുണ്ട്. ഇപ്പൊ നമ്മളുടെ കുക്കറിന്റെ എയർ പോകുന്ന നേരം കൊണ്ട് ഞാൻ ഒരു ഐറ്റം പറയാൻ മറന്നുപോയി. നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു 2 പൊട്ടറ്റോ ആവശ്യമുണ്ട്. വലുത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് നീളത്തിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് വറുത്തതും കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ശരിയാക്കി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ ഞാൻ ഇത്തിരി നേരിയതായിട്ട് ഒരു പിഞ്ച്
ഉപ്പിട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഴ കാരണം കറണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഇപ്പൊ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്നതേ കാണിക്കാൻ പറ്റുള്ളൂ, ഫ്രൈ ആവണത് കാണിക്കാൻ പറ്റൂല. ഇനി ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഈ താറാവ് വെന്തിട്ടുണ്ട് അതിന്റെ നെയ്യ് മാത്രം ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. ഇതിന്റെ പീസ് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ പീസസ് ആയിട്ട് നമ്മൾ വെള്ളമില്ലാതെ പീസ് മാത്രം എടുത്തിട്ട് അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. താറാവ് എപ്പോഴും നാടൻ താറാവാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ബ്രോയിലർ താറാവിന് മാംസം ഉണ്ടാവും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് കുറവായിരിക്കും. അതും കുട്ടനാടൻ താറാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തു നിന്നുള്ള നെല്ലും ഇതൊക്കെയാണ് അത് തിന്നുന്നത്. അതുകൊണ്ട് അതിന് നല്ല നെയ്മയം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീത്തലയൊക്കെ കൊടുത്തിട്ട് ചെമ്മീന്റെ നാറ്റം ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവില്ല. ഇവിടെ ഒരു പ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചിട്ട് പണി കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാ പറഞ്ഞത്. ഇതിന്റെ നെയ്യാണ് ഇതിന്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് പൊട്ടിത്തെറിക്കും, അടച്ചു വെച്ച് വേവിച്ചാൽ മതി. കുറച്ചിട്ട് വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. ഇത് നമുക്കൊന്ന് മൂടേണ്ട ആവശ്യമില്ല വറുക്കാനായിട്ട്. ഇത് വെള്ളം ഉള്ളതാണെങ്കിൽ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ താറാവ് വറുത്ത് കോരി എടുക്കുകയാണ്. ഇത് ഓൾറെഡി വെന്ത സാധനമാണ്. ഒന്ന് ഡീപ് ഫ്രൈ അല്ല, പുറം മാത്രം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പരമാവധി ഇതിന്റെ നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കണം കേട്ടോ, വെളിച്ചെണ്ണയിലും, എന്നാലാണ് ടേസ്റ്റ് കൂടുക. ണ്ടും കറി വെക്കുന്നുണ്ട്, മപ്പാസ് ആ രീതിയിലും വെക്കും. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഏതിനാണ് ടേസ്റ്റ് എന്ന് കമന്റ് ചെയ്യണേ. ഫ്രൈ ചെയ്യല് തീർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എണ്ണയും നെയ്യും നമ്മൾ കളയുന്നില്ല. ഇതിനകത്തേക്കാണ് നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്, ഗ്രേവി ആക്കുന്നത്. ഇതിപ്പോ ഡ്രൈ ആയ രീതിയിലാണ്. ഇതിലേക്ക് നമ്മൾ സവാള ഇടണം. അതിൻ്റെ കൂടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ബാക്കിയുള്ളത് ചേർക്കണം. ഏകദേശം 1 ടീസ്പൂൺ ഇല്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി. ഫ്രൈ ചെയ്യുന്നത് നമ്മൾ തീ നല്ലവണ്ണം കൂട്ടിയിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ഓൾറെഡി വെന്ത സാധനമാണ്, അത് ഒന്ന് ഫ്രൈ ആയി മാത്രം കിട്ടിയാൽ മതി. ഒരു നുള്ള്
ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. സവാള പെട്ടെന്ന് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടികളെല്ലാം ഒന്ന് നനച്ചിട്ടാണ് ചേർക്കുന്നത്. ഡ്രൈയോടുകൂടി തന്നെ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, മുളക് പൊടി 1 പിഞ്ച് മതിയാവും. കാരണം ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് പച്ചക്കുരുമുളകും മല്ലിപ്പൊടിയുടെയും പച്ചക്കുരുമുളകിൻ്റെയും ഇതിൻ്റെയാണ് ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർക്കുകയാണ്. ഇതൊന്ന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി നനച്ചിട്ടാണ് ഇത് മൂപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതിൽ സവാള നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കും പച്ചയ്ക്ക് തന്നെയാണ് സവാളയൊക്കെ ഇട്ടത്. ഇതിൽ നന്നായിട്ട് മൊരിയണം. ഇപ്പം സവാളയും വെളുത്തുള്ളിയും നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ് ചേർക്കുന്നത്. ഇതിങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. ഇതിങ്ങനെ പച്ചമണം അതിൻ്റെ മാറി വരണം, എന്നാലാണ് ടേസ്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ കരിഞ്ഞ പോലത്തെ ഇരിക്കും. തീ നന്നായി കുറച്ചിട്ടിട്ടാണ് ഇങ്ങനെ മൂപ്പിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന അതിൻ്റെ ഗ്രേവിയാണ് സ്റ്റോക്ക്. ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിട്ടിട്ടാണ് നമ്മൾ ഗ്രേവി ആക്കുന്നത്. സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് ഇട്ടിട്ട് 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രേവി പെട്ടെന്ന് ഇതിലേക്ക് വലിച്ചെടുത്തിട്ട് ഇത് ഡ്രൈ ആവും. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് താറാവിലേക്ക് പിടിക്കും. ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തീ കുറച്ചിട്ടിട്ടാണ്. ഇതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ താറാവിലേക്ക് അബ്സോർബ് ആയിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല കുറുകിയ 1-ാം പാലാണ്. 1/4 കപ്പ് ഉണ്ട്. തേങ്ങയുടെ പാലാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ടതില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. സ്റ്റവ് ഓഫ് ചെയ്യാനാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഈ ഒരു സ്റ്റേജിലാണ് ഇതിലേക്ക് ഇടുന്നത്. അങ്ങനെ നമ്മുടെ താറാവ് മപ്പസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനം നമുക്കൊന്ന് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്യണമല്ലോ. പുറത്ത് നല്ല മഴയാണ്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ താറാവ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്താലോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല ചൂടുണ്ട്. സൂപ്പറായിട്ടുണ്ട്.
ഫ്ലേവർ എങ്ങനെയുണ്ട്? ഇത് പെപ്പറിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്. പച്ചക്കുരുമുളക് ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ഫ്ലേവറാ. ഞാൻ ഈ കാലെടുത്തപ്പോ കഴിക്കാൻ പോണേട്ടോ. കഴിക്കാൻ പോണേണ്. നല്ല ചൂടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.